നമ്മുടെ ജീവിതത്തിൽ നിത്യം കാണുന്ന ഒരു മരക്കഷ്ണത്തിന് നമ്മുടെ ജീവൻ തന്നെ എടുക്കാനുള്ള ശക്തി ഉണ്ടെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഒരു മരക്കഷ്ണം കൊണ്ട് നിർമ്മിച്ച ഒരു പാവയ്ക്കുള്ളിൽ ഒരു അമാനുഷികമായ ശക്തിയെ നിറച്ചിട്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചില ആഭിചാരങ്ങളിലൂടെയും ചില മന്ത്രവാദങ്ങളിലൂടെയും അതുമൂലം മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന ഒരു കർമ്മമുണ്ട്. ആ കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില പ്രത്യേക തറവാടുകളിൽ നിശ്ചയിക്കപ്പെട്ട ചില കാരണവന്മാരുണ്ട്. എന്നാൽ അവർ ഒരിക്കലും കല്യാണം കഴിക്കാൻ പാടില്ല. നിത്യ ബ്രഹ്മചാരികൾക്ക് മാത്രമേ ആ കർമ്മം ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് നാളത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ അവർ ഒരു മരക്കഷ്ണം കൊണ്ട് അത് ഒരു പാവയുടെ രൂപത്തിലേക്കാക്കി അതിൽ ദുഷ്ടാത്മാക്കളെ നിറച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കിടതൽ ചെയ്യുന്ന ഒരു കർമ്മമുണ്ടായിരുന്നു. അത് ചെയ്യാൻ നിർമ്മിച്ച ഒരു പാവയുടെയും കഥയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഈ ഒരു കഥ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കഥ തന്നെയാണ്. എന്നാൽ ഈ കഥ മറ്റുള്ള കഥകളിൽ നിന്നൊക്കെ വളരെയധികം വ്യത്യസ്തമുണ്ട്. കാരണം ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു. എന്നാൽ ഈ കഥയുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഒരു അനുഭവം കൂടെ നമുക്ക് ഇവിടെ പറയാവുന്നതാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ചില പ്രത്യേക തറവാടുകളിൽ നിശ്ചയിക്കപ്പെട്ട അല്ലെങ്കിൽ തീരുമാനിക്കപ്പെട്ട ചില പ്രത്യേക മന്ത്രവാദികൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കർമ്മമായിരുന്നു സ്തംഭന കർമ്മം. ഈ സ്തംഭന കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ മരങ്ങളുടെ തടികളും ഉപയോഗിക്കുമായിരുന്നില്ല. ആ മന്ത്രവാദികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ചില പ്രത്യേക തരം തടികളുണ്ട്. ഏഴിലം പാല, കാഞ്ഞിരം, അതുപോലെ പാലമരം. ഇവയുടെ തടികൾ കൊണ്ട് മാത്രമായിരുന്നു ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാൻ സാധിച്ചിരുന്നത്. ഇതിന് വേറൊരു കാരണമുണ്ട്. എല്ലാ മരങ്ങളും നെഗറ്റീവ് എനർജികളെ സ്വീകരിക്കുമായിരുന്നില്ല. എന്നാൽ കാഞ്ഞിരവും പാലമരവും ഏഴിലം പാല മരങ്ങളൊക്കെ നെഗറ്റീവ് എനർജികളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന തരത്തിലുള്ള മരങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാവാം അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഇതുപോലെയുള്ള ദുഷ്കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള മരപ്പലകകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ വെറും മരപ്പലകൾ കൊണ്ട് അത് പൂർണ്ണമാവില്ല. ആ മരക്കഷ്ണങ്ങൾ കൊണ്ടുവന്ന് അതിന് ഒരു രൂപം കൊടുക്കുന്നു. എന്നാൽ അതിന് കൊടുക്കുന്ന രൂപം ഒരു പാവയുടെ രൂപമായിരുന്നു. ഏകദേശം ഒരു മനുഷ്യനെ പോലെ തന്നെ തലയും 2 കൈകളും 2 കാലുകളുമുള്ള ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു പാവയുടെ രൂപം. എന്നാൽ ആ പാവയുടെ രൂപത്തിലേക്കായിരുന്നു അലഞ്ഞു തിരിയുന്ന ദുഷ്ടാത്മാക്കളെ ആവാഹിച്ച് അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ദുഷ്കർമ്മത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ദുർമരണപ്പെട്ടവരും അതുപോലെ റോഡ് ആക്സിഡന്റിലൊക്കെ മരണപ്പെട്ടവരുമായ അങ്ങനെയുള്ള ആത്മാക്കൾക്ക് ഒരിക്കലും നിത്യശാന്തി ലഭിക്കുകയില്ല എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം അത്തരത്തിലുള്ള ആത്മാക്കൾ അവിടെയും ഇവിടെയും ഒക്കെ അലഞ്ഞു തിരിയുന്ന പതിവുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ആത്മാക്കൾ മരണപ്പെട്ട് 40 ദിവസത്തിന് ശേഷം അവർ പൈശാചിക ശക്തികളായി മാറി തുടങ്ങുമായിരുന്നു. അത്തരത്തിലുള്ള ശക്തികളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആത്മാക്കളെ ചില പ്രത്യേക മന്ത്രങ്ങളിലൂടെയും ചില പ്രത്യേക പൂജകളിലൂടെയും ആവാഹിച്ച് മരപ്പാവയിലേക്ക് തളച്ചതിന് ശേഷം അതിൽ ചില പ്രത്യേക ചിഹ്നങ്ങളൊക്കെ എഴുതി ചേർത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു ഈ കർമ്മങ്ങൾ ചെയ്തിരുന്നത്. എന്നാൽ ഈ കർമ്മങ്ങൾ ചെയ്ത ഈ ഒരു പാവയെ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ലഭിച്ചു കഴിഞ്ഞാലാണ് പിന്നീട് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെ ചില സംഭവങ്ങളാണ് ഈ കഥയിൽ മുഴുവനായിട്ട് നടന്നിട്ടുള്ളത്. ഈ മന്ത്രവാദ കർമ്മത്തിന് ഒരു നേതൃത്വം നൽകാനായിട്ട് ഒരു മന്ത്രവാദി വേണം. ഈ മന്ത്രവാദി നിത്യ ബ്രഹ്മചാരി ആയിരിക്കണം. എന്നാൽ ഈ മാന്ത്രികന് അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരിൽ നിന്നും തലമുറകളായി കൈമാറി കിട്ടിയതായിരുന്നു ഈ ഒരു കഴിവ്. എന്നാൽ ഈ ഒരു കഴിവ് ഇനി ഈ മന്ത്രവാദിക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആ തലമുറയിൽ ആർക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ തലമുറയിൽ അവസാനത്തെ കണ്ണി കൂടിയായിരുന്നു ഈ ഒരു വൃദ്ധൻ. എന്നാൽ ഈ ഒരു വൃദ്ധൻ അന്ന് പാലമരത്തിന്റെ ചില തടിക്കഷ്ണങ്ങൾ കൊണ്ടുവന്ന് അതിനെ ഒരു പാവയുടെ രൂപത്തിലാക്കി അവിടെ ചില പൂജാകർമ്മങ്ങൾ ചെയ്യാൻ ആരംഭിക്കുന്നു. ഒരുപാട് ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് രാത്രികൾ നീണ്ടു നിന്ന പൂജയ്ക്ക് സമാപനം എന്നാണെന്ന് ചോദിച്ചാൽ അത് അമാവാസി നാളുകളിലായിരുന്നു. അമാവാസി നാളിന് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാ നെഗറ്റീവ് എനർജികളും
ഈ ലോകത്തെ എല്ലാ പ്രേതാത്മാക്കളും എല്ലാ ദുഷ്ടാത്മാക്കളും അതിൻ്റെ പരിപൂർണതയിലെത്തുന്ന ഒരു ദിവസമാണ് അമാവാസി ദിവസം. ഈ അമാവാസി ദിവസത്തിൽ അന്നത്തെ അവസാനത്തെ സ്തംഭന പൂജയും കഴിഞ്ഞാൽ ഈ മരപ്പലയിലേക്ക് ഒരുപാട് ആത്മാക്കളെ അദ്ദേഹത്തിന് സ്വാധീനിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. എന്നിട്ട് ഈ മരപ്പലക കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ആരെയും അദ്ദേഹത്തിന് നിമിഷ നേരം കൊണ്ട് തകർക്കാൻ സാധിക്കുമായിരുന്നു. അതിനുവേണ്ടി തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തിരുന്നത്. എന്നാൽ ഈ ആത്മാക്കളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് കരിങ്കോഴിയെയും ഈ കരിങ്കോഴിയുടെ മുകളിൽ മഞ്ഞളും കുങ്കുമവും നിറച്ചിട്ട് അതിനെ ബലി കൊടുത്ത് ഈ ആത്മാവിനെ തൃപ്തിപ്പെടുത്തി ആ ആത്മാക്കളെ ഈ മരപ്പാവയിലേക്ക് ആവാഹിച്ച് തളച്ചിട്ട് ചില മാന്ത്രിക ചരടുകൾ അതിനു ചുറ്റും കെട്ടുമായിരുന്നു. അതിനുശേഷം ചില ജാമിതീയ രൂപങ്ങളും ചില ചിഹ്നങ്ങളും അതിൽ വരച്ച് ചേർക്കുമായിരുന്നു. അതിനുശേഷം ബീജാക്ഷരങ്ങൾ കൊണ്ട് അതിനു മുകളിൽ മുഴുവനായി എഴുതിയതിനു ശേഷം പിന്നീട് ഇതിനകത്തേക്ക് കയറിയ ആത്മാവിനെ ഒരിക്കലും പുറത്തേക്ക് പോകാൻ സാധിക്കാത്ത വിധം അതിനെ എന്നേക്കുമായി തളച്ച് ഇടുമായിരുന്നു. എന്നാൽ ഈ ആത്മാവിന് ഇനിയൊരു മോചനം ലഭിക്കണമെങ്കിൽ ഈ മരപ്പാവയുടെ മുകളിൽ പതിച്ച ചില വെങ്കല അല്ലെങ്കിൽ ചില വെള്ളി യന്ത്രങ്ങളുണ്ട്. ഈ യന്ത്രങ്ങൾ ആരെങ്കിലും അഴിച്ചു മാറ്റുകയോ ഇതിൽ പതിച്ചിരിക്കുന്ന ബീജാക്ഷരങ്ങളും ചില പ്രത്യേക ചിഹ്നങ്ങളും ആരെങ്കിലും മായ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്തെ ആത്മാവ് പുറത്തേക്ക് വരുമെന്നായിരുന്നു. അങ്ങനെയാണ് ഒരിക്കൽ ബന്ധിച്ചിരുന്ന ആത്മാവിന് മോചനം ലഭിക്കുകയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വർഷങ്ങളോളം ഈ ഒരു മന്ത്രവാദി, ഈ ഒരു വൃദ്ധൻ, അവിടെ ഉണ്ടായിരുന്ന ഗ്രാമവാസികൾക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ആഭിചാര കർമ്മങ്ങൾ, പ്രായം ഒരുപാട് കടന്നിരുന്ന ഈ വൃദ്ധന് പിന്നീട് മരണത്തെ ചെറുത്ത് നിൽക്കാൻ സാധിച്ചിരുന്നില്ല. ഒരിക്കൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. എന്നാൽ പിന്നീട് ഒരു അനന്തരാവകാശി ഇല്ലാത്തതിനെ തുടർന്ന് ഈ ഒരു തറവാട് എന്നേക്കുമായി അടച്ചിട്ടു. അതിനൊപ്പം ആ മരപ്പാവയെയും ആ മന്ത്രവാദി ഒരു പ്രത്യേക മുറിക്കുള്ളിൽ അടച്ചു വെച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടിരുന്നത്. എന്നാൽ ആ ഗ്രാമത്തിലെ ചില ഗ്രാമവാസികൾക്കറിയാം ഈ മരപ്പാവയ്ക്കുള്ളിൽ നിലകൊള്ളുന്ന ആത്മാക്കളെ കുറിച്ച്. അതുകൊണ്ട് തന്നെയായിരുന്നു ആ ഗ്രാമത്തിലെ ആരും തന്നെ ആ വീടിനടുത്തേക്കോ ആ പാവ വെച്ച റൂമിനടുത്തേക്കൊന്നും പോകുക പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മരണത്തിന് പോലും വന്നവർ ആരും ആ പ്രത്യേക മുറിക്ക് മുന്നിൽ പോലും ആരും പോകുമായിരുന്നില്ല. അത് ആ മന്ത്രവാദി തന്നെ ബന്ധിച്ച് അടച്ച നിലയിലായിരുന്നു. എന്നാൽ കാലങ്ങൾ ഒരുപാട് കടന്നുപോയി. ഈ കാലഘട്ടത്തിൽ അങ്ങോട്ടേക്ക് ഒരുപാട് ആളുകൾ എത്തിത്തുടങ്ങി. ആ മനയും ആ തറവാടും ചിത്രീകരണത്തിനും അവിടെ താമസിക്കാനൊക്കെ ആയിട്ട് അവിടെ ഒരുപാട് പേര് എത്തിത്തുടങ്ങി. ഒരു ഹോം സ്റ്റേ പോലെയൊക്കെ തയ്യാറാക്കി പലർക്കും അത് ദിവസവാടകയ്ക്കും മാസവാടകയ്ക്കും നൽകി തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് കുറച്ച് യുവാക്കൾ അങ്ങോട്ടേക്ക് താമസത്തിനായി എത്തുന്നു. 3 ദിവസത്തെ താമസത്തിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ടേക്ക് എത്തുന്നത്. അങ്ങനെ അവർ ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു കഥകളും അറിയുമായിരുന്നില്ല. എന്നാൽ നാട്ടുകാരിൽ ചിലർ അവരോട് പറഞ്ഞിരുന്നു പോലും അവിടെ താമസത്തിന് യോഗ്യമല്ലാത്ത ഒരു വീടാണ്, ഒരിക്കലും നിങ്ങളവിടെ താമസിക്കുന്നത് ഉചിതമല്ല എന്നൊക്കെ. എന്നാൽ ഈ യുവാക്കളിൽ ആർക്കും തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വിശ്വാസമുണ്ടായിരുന്നില്ല. കാരണം അവർ തികച്ചും നിരീശ്വര വിശ്വാസികളായിരുന്നു. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് എനർജിയിലും പോസിറ്റീവ് എനർജിയിലും വിശ്വാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് അവരെല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയത്. അങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് അവർ ആ ഭാഗങ്ങളൊക്കെ നടന്ന് കാണാൻ തുടങ്ങി. എന്നാൽ അടച്ചിട്ടിരിക്കുന്ന ഈ മുറി മാത്രം അവർക്ക് തുറക്കാൻ അവിടെ സാധിച്ചിരുന്നില്ല. ഈ മുറി മാത്രം എന്താണ് ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നതെന്ന് അവർക്കുള്ളിൽ പരസ്പരം ചില സംഭാഷണങ്ങൾ വരെ വന്നു. അങ്ങനെ അന്നത്തെ രാത്രി അവർ അവിടെ താമസിക്കാൻ തുടങ്ങി. എന്നാൽ ആ സമയത്തൊന്നും ആ തറവാടിന് യാതൊരു കുഴപ്പവുമില്ല. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടു കൂടെ തന്നെ അവിടെ താമസിക്കാൻ തുടങ്ങി. കളിയും ചിരിയുമായി അവരുടെ സൗഹൃദത്തിനിടയിൽ ഒരുപാട് നല്ല നിമിഷങ്ങൾ ആ തറവാടിനുള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഈ അടഞ്ഞ മുറി മാത്രം എന്തുകൊണ്ടാണ് തുറക്കാത്തതെന്ന ചിന്ത അവരിൽ പിന്നെയും പിന്നെയും ഉടലെടുത്തുകൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും അത് തുറന്ന് അതിനകത്ത് എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് അവർക്ക് തോന്നി. എന്നാൽ അവരുടെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പം മറ്റൊന്നായിരുന്നു. വളരെ വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്ന ഒരു മുറിയായതുകൊണ്ട് അമൂല്യമായ അല്ലെങ്കിൽ വില മതിക്കാൻ പറ്റാത്ത എന്തെങ്കിലും വസ്തുക്കൾ ആ മുറിക്കകത്ത് ഉണ്ടാകും എന്ന് തന്നെയായിരുന്നു അവർ മനസ്സിലോർത്തിരുന്നത്. എന്നാൽ അതിനകത്തുള്ളത് ഈ അമാനുഷികമായ ഈ ആത്മാക്കൾ കുടികൊള്ളുന്ന ആ മരപ്പാവയാണെന്ന് അവർക്ക് അറിയുമായിരുന്നു.
നാട്ടുകാർ പറഞ്ഞ അറിവ് വെച്ച് അവർക്ക് അതിനെക്കുറിച്ച് വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ആ ഒരു പാവ ചിലപ്പോൾ സ്വർണം കൊണ്ട് നിർമ്മിച്ചതൊക്കെ ആകാമെന്ന സംഭാഷണത്തിലൂടെയായിരുന്നു അവർ അത് അന്ന് കുത്തി തുറക്കാൻ തീരുമാനിച്ചത്. ഓണറുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ അവരന്ന് ആ മുറി വളരെ തന്ത്രപൂർവ്വത്തിൽ തുറന്നു കഴിഞ്ഞു. അതിനകത്ത് കയറിയ സമയത്ത് പ്രത്യേകിച്ച് അവിടെ അവർക്ക് ഒന്നും തന്നെ കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ കുറച്ചകലെ ഒരു ഭാഗത്ത് ഒരു പ്രത്യേക തരം മേശയുടെ മുകളിൽ ഒരു പാവ നിൽക്കുന്നത് കണ്ടു. ഒരു മരം കൊണ്ട് നിർമ്മിച്ച പാവ. അതിനു മുകളിൽ എന്തൊക്കെയോ ചിഹ്നങ്ങളും അതുപോലെ എന്തൊക്കെയോ അക്ഷരങ്ങളും എഴുതി വെച്ചിരിക്കുന്നത് പോലെ ഒരു പാവ. ഉടനെ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു യുവാവ് അങ്ങോട്ടേക്ക് എത്തി അവരോടെല്ലാവരോടും പറഞ്ഞ്, ഇതാണ് ആ പാവ എന്ന് തോന്നുന്നു. അവനത് കയ്യിലെടുത്തുകൊണ്ട് അതിൻ്റെ മുകളിലുണ്ടായിരുന്ന ചെളിയും പൊടിയും ഒക്കെ ഒന്ന് തട്ടിമാറ്റി. ആ സമയത്ത് എല്ലാവരോടും പറഞ്ഞു, ഇതിനു മുകളിൽ എന്തൊക്കെയോ എഴുതിയിരിക്കുന്നു, അതുപോലെ എന്തൊക്കെയോ ഇതിനു മുകളിൽ കെട്ടിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നവർ എല്ലാവരും പറഞ്ഞു, ഇത് എടുക്കണ്ട, ഇതിൽ നിന്ന് പ്രേതമോ പിശാചോ എങ്ങാനും പുറത്തു വന്നാൽ നമ്മളെല്ലാവരെയും ഭക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ അവിടെ നിന്ന് പൊട്ടി പൊട്ടി ചിരിക്കാൻ തുടങ്ങി. എന്നാൽ അതിനകത്തെ ആത്മാവ് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഒരു മോചനത്തിന് വേണ്ടി തൻ്റെ യജമാനൻ വർഷങ്ങൾക്ക് മുമ്പേ അതിനകത്ത് തളച്ചതുകൊണ്ട് അവർക്കൊരു മോചനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമായിരുന്നു. എന്നാൽ ഈ യുവാവ് ആ പാവ കയ്യിലെടുത്തതിന് ശേഷം അതിനു മുകളിൽ സ്ഥാപിച്ചിരുന്ന ആ വെങ്കല യന്ത്രം അതിൽ നിന്നും എടുത്തു മാറ്റി. അതിനുശേഷം അതിനു മുകളിൽ എഴുതിയിരിക്കുന്ന ബീജാക്ഷരങ്ങളും അതുപോലെ പ്രത്യേക ചിഹ്നങ്ങളും അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ട് അതൊക്കെ ചുരണ്ടി മാറ്റാനും അതുപോലെ ആ ചിഹ്നങ്ങളും അക്ഷരങ്ങളും മായ്ക്കാനും തുടങ്ങി. ഈ മരപ്പാവയിലെ ഓരോ ചിഹ്നങ്ങളും അക്ഷരങ്ങളും മായ്ക്കുന്നതോടൊപ്പം ആ മുറിക്കുള്ളിൽ അമാനുഷികമായ ഒരു തണുപ്പ് കയറിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് പുറത്തു നിന്നും ഒരു വല്ലാത്ത രീതിയിലുള്ള കാറ്റ് ആഞ്ഞു വീശി. പെട്ടെന്ന് മുഖത്തേക്ക് ഒരു പ്രത്യേക വെളിച്ചം ആ പാവയിൽ നിന്നും വന്നു തുടങ്ങി. അത് താങ്ങാവുന്നതിലും അപ്പുറമുള്ള പ്രകാശമായിരുന്നു. ഉടനെ തന്നെ കയ്യിൽ നിന്നും ആ മരപ്പാവ താഴെ വീണു. പ്രകാശം കണ്ണിൽ കൊണ്ട വെപ്രാളത്തിൽ അവിടെ നിന്നും തല തിരിച്ചു മാറ്റി. ഉടനെ തന്നെ ആ റൂമിനകത്ത് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് മാറി. എന്തു പറ്റിയെന്ന് മറ്റുള്ള സുഹൃത്തുക്കൾ ചോദിക്കുന്ന സമയത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് താഴെ വീണ് കിടക്കുന്ന ആ മരപ്പാവ വീണ്ടും എടുത്ത് ആ മേശയ്ക്ക് മുകളിൽ തന്നെ വെക്കുന്നു. എന്നിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നു. ഇതിനകത്ത് ഒന്നുമില്ല, ഇതൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത്. എന്നാൽ അന്നത്തെ രാത്രി കഴിഞ്ഞ ദിവസം പോലെ ആയിരുന്നില്ല. അവർക്കന്ന് രാത്രി മുതൽ ആ തറവാടിനകത്ത് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. അതും വിചിത്രമായ ശബ്ദങ്ങൾ. ഈ കാടിനകത്തൊക്കെ വന്യമൃഗങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദം അവർക്ക് ആ മുറിക്കുള്ളിൽ കേട്ടുകൊണ്ടേയിരുന്നു. പലർക്കും അന്ന് ഉറക്കം പോലും വരാത്ത രീതിയിൽ ആ ഒരു ശബ്ദം അവരെ അലട്ടിക്കൊണ്ടേയിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ശബ്ദം വരുന്നതെന്ന് ഉറവിടം തേടിപ്പോകുന്ന സമയത്ത് അവർ എത്തിച്ചേർന്നത് ആ പാവയെ ഇരുത്തിയ ആ മേശയിലായിരുന്നു. ആ റൂമിൽ അവർ നിൽക്കുന്ന സമയത്ത് ആ പാവയുടെ കണ്ണിൽ നിന്നും വായിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. ഇതുകൂടി കണ്ടതോടെ അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്നും ഓടാൻ ശ്രമിക്കുന്ന സമയത്ത് ആ തറവാടിൻ്റെ എല്ലാ വാതിലുകളും ജനവാതിലുകളും അവർക്ക് മുന്നിൽ അടഞ്ഞു കഴിഞ്ഞിരുന്നു. ഇനി എന്ത് ചെയ്യും എന്ന ഒരു ചോദ്യത്തിന് മുന്നിൽ അവർ പതറിയ സമയത്താണ് അവർക്ക് അതിശക്തമായ ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദം അവിടെ കേട്ടുകൊണ്ടിരുന്നത്. ആ ശബ്ദം ചെവിക്കകത്ത് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ചെവി അടച്ചു പിടിക്കുകയല്ലാതെ മറ്റൊരു മാർഗമുണ്ടായിരുന്നില്ല. ആ ശബ്ദത്തിന്റെ കാഠിന്യം കൊണ്ട് തന്നെയാവാം ചെവിയിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് ആ പാവയ്ക്കുള്ളിൽ നിന്നും ഒരുപാട് പിശാചുക്കളും ഒരുപാട് ദുഷ്ടാത്മാക്കളും അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത് പോലെ അവർക്ക് തോന്നി. അതൊക്കെ ഓരോ രൂപങ്ങളായിട്ട് പേടിപ്പെടുത്തുന്ന ചില പ്രത്യേക മുഖങ്ങളുള്ള അസ്ഥിക്കൂടങ്ങളായിട്ട് അവർക്ക് നേരെയായി വരുന്നത് കണ്ട എല്ലാവരും അവിടെ ബോധരഹിതരായി വീണുവെന്നാണ് അടുത്ത ദിവസം അങ്ങോട്ടേക്ക് ഈ യുവാക്കളെ തിരഞ്ഞെത്തിയ ചിലർ പറയുന്നത്. എന്നാൽ ബോധം തെളിഞ്ഞ ശേഷം അവർ പറഞ്ഞ കഥകളിൽ ഈ മരപ്പാവയുടെ കഥയും അവരോട് നാട്ടുകാരോട് പറഞ്ഞു. ആ സമയത്ത് നാട്ടുകാരും ഈ ഒരു കാര്യം സത്യമാണെന്ന് വിശ്വസിച്ചു. പക്ഷേ അദ്ദേഹം തളച്ച ആ പിശാചുക്കൾ ഇന്ന് നിങ്ങൾ മൂലം സ്വതന്ത്രരായിരിക്കുകയാണ്. അവരെ സ്വതന്ത്രരാക്കിയത് കൊണ്ട് മാത്രമാവാം അവർ നിങ്ങളെ വെറുതെ വിട്ടത് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു എന്ന് ആ ഗ്രാമവാസികൾ ആ യുവാക്കളോട് പറഞ്ഞു. അടുത്ത നിമിഷം തന്നെ അവർ ആ തറവാട്ടിൽ നിന്ന് പുറപ്പെടാനൊരുങ്ങി. ഉടനെ തന്നെ ഒരു ടാക്സി വിളിച്ച് അവർ ആദ്യം പോയത് ഹോസ്പിറ്റലിലേക്കാണ്.
ഹോസ്പിറ്റലിലെത്തി ചില ചികിത്സകളൊക്കെ ചെയ്തിട്ടാണ് അവർ അന്ന് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിയത്. നാട്ടിലേക്ക് എത്തിയതിനു ശേഷം അവർ ഇന്നും ആ യാത്രയെയും അവർക്ക് അന്നുണ്ടായ അനുഭവത്തെയും കുറിച്ച് ഓർക്കാത്ത ദിവസങ്ങളില്ല. അവർ ആദ്യമായി കണ്ട, അവർ ആദ്യമായി അനുഭവിച്ച ആ പൈശാചിക ശക്തി, അതും ഇത്രയ്ക്ക് ക്രൂരമായ പൈശാചിക ശക്തിയിൽ നിന്നും അവർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണെന്ന് അവർക്ക് പോലും ഇന്നും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല. ഇതുപോലെയുള്ള ധാരാളം കഥകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ കേരളത്തിലും അതുപോലെ അന്യ സംസ്ഥാനങ്ങളിലും അവിടെയൊക്കെ പ്രചാരത്തിലുള്ള ചില ദുർമന്ത്രവാദങ്ങൾ, ചില ആഭിചാരങ്ങൾ, മനുഷ്യ നന്മയ്ക്കും മനുഷ്യന്റെ നാശത്തിനും വേണ്ടിയിട്ട് ഇന്നും ആഭിചാര കർമ്മങ്ങൾ നടക്കുന്നുണ്ട് നമുക്കിടയിലൊക്കെ. എന്നാൽ ഞാൻ ഈ പറഞ്ഞ സ്തംഭനം എന്ന കർമ്മം ആന്ധ്രാപ്രദേശിലൊക്കെ ഇന്നും നിലനിൽക്കുന്ന ഒരു പ്രാകൃത ആചാരമാണ്. ഇന്നും ബലി നൽകിയിട്ട് ഒരു പാലമരത്തിൻ്റെയോ അല്ലെങ്കിൽ കാഞ്ഞിര മരത്തിൻ്റെയോ തടി കഷ്ണത്തിൽ കൊത്തിവെച്ച പാവയിലേക്ക് അവർ ഇന്നും ഓരോ ആത്മാക്കളെയായിട്ട് ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്നാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതുപോലെയുള്ള ധാരാളം കഥകൾ എനിക്ക് ഇനിയും നിങ്ങളോട് പറയാനുണ്ട്. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടാവുന്നതാണ്. അടുത്തൊരു കഥയുമായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ സ്വന്തം ഫൈസി.